നിങ്ങൾ വീട്ടിലൊരു 2 വള്ളി ചക്കരക്കൊല്ലി പിടിപ്പിക്കാമെങ്കിലേ പിന്നെ പ്രമേഹ രോഗികൾ എന്തിനാ പേടിക്കണേ? ഒന്നും പേടിക്കില്ല. ചക്കരക്കൊല്ലി വീട്ടിലുണ്ട് വെച്ചാൽ പിന്നെ പ്രമേഹ രോഗികൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ വീഡിയോയിലേ ചക്കരക്കൊല്ലിയുടെ എല്ലാ ഗുണങ്ങളും, ഏതേത് അവസ്ഥയിൽ ഇത് പ്രയോഗിക്കണം, എങ്ങനെയെല്ലാം ഏത് രീതിയിലെല്ലാം ഉപയോഗിക്കാം, ഇതുകൊണ്ടുള്ള മറ്റ് പ്രയോജനങ്ങൾ, ഇതെങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഗുണങ്ങൾ എന്തൊക്കെ, ഇതെങ്ങനെ നട്ടു വളർത്താം, ഇതിനെപ്പറ്റി എല്ലാം സമഗ്രമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാം. പിന്നെ ചാനൽ എല്ലാം കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ ചക്കരക്കൊല്ലി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു അപൂർവ സസ്യമാണ്. ഒരുപാട് പേർക്ക് ധാരാളം അറിയാം ഇതിനെപ്പറ്റി. പക്ഷേ എന്നിരുന്നാലും അത്ര ഫെമിലിയർ അല്ല താനും. അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തിടാമെന്ന് വിചാരിച്ചത്. ഇത് ചക്കരക്കൊല്ലിയുടെ ബൊട്ടാനിക്കൽ നെയിം ജിംനെമ സിൽവെസ്ട്ര എന്നാണ്. ജിംനെമ സിൽവെസ്ട്ര. ഇത് പുരാതന കാലം മുതൽ തന്നെ ഹോമിയോപ്പതി മെഡിസിനിലും ആയുർവേദിക് മെഡിസിനിലും ഉപയോഗിച്ചിരുന്നു. ചക്കരക്കൊല്ലിക്ക് മേഷശൃംഗി എന്നാണ് സംസ്കൃതത്തിൽ പേര്. അതുപോലെ മധുനാശിനി എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മറ്റൊരു പേര് മധുനാശിനി, മേഷശൃംഗിയാണ് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുപോലെ ഹിന്ദിയിൽ ഗുഡ്മാർ എന്ന് പറയും. ഗുഡ്മാർ എന്ന് പറയാനുള്ള കാരണം ഗുഡ് എന്ന് പറഞ്ഞാൽ ചക്കര, മാർ എന്ന് പറഞ്ഞാൽ കൊല്ലുക. അപ്പോൾ ചക്കരക്കൊല്ലി തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഹിന്ദിയിൽ പറയപ്പെടുന്നത്. മലയാളത്തിൽ ചക്കരക്കൊല്ലി, ഹിന്ദിയിൽ ഗുഡ്മാർ, ബൊട്ടാനിക്കൽ നെയിം ജിംനെമ സിൽവെസ്ട്ര, സംസ്കൃതത്തിൽ മേഷശൃംഗി, അതുപോലെ മധുനാശിനി എന്ന് വിളിക്കുന്നു. ആക്റ്റീവ് പ്രിൻസിപ്പിൾ ജിംനെമ സിൽവെസ്ട്ര, ജിംനെമിക് ആസിഡാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജിംനെമിക് ആസിഡാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ്, ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് അത് പ്രവർത്തിക്കുന്ന വഴിയാണ് നമുക്ക് ഈ ബ്ലഡ് ഷുഗർ കുറയാനായിട്ട് സഹായിക്കുന്നത്. ഇതിന് പുരാതന കാലം മുതൽ തന്നെ ഇത് ഉപയോഗിച്ച് വരുന്നതാണ്. ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ ചില ആകാംക്ഷകൾ, അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ നല്ല കട്ടം വീഡിയോ വലിക്കുന്നവർ, കുട്ടികൾ കടലാസ് ചുരുട്ടി വീഡിയോ വലിച്ചാൽ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയുണ്ടല്ലോ, അതുപോലത്തെ ഒരു ആകാംക്ഷ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കപ്പെട്ട യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. ഇത് നാച്ചുറലായിട്ട് വളരുന്ന ഒരു ഹെർബ് ആണ്, ഒരു ഔഷധസസ്യമാണ്. സോറി, ഇത് ഹോമിയോപ്പതിയിലും പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നുണ്ട്, ആയുർവേദത്തിലും പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഓക്കെ, ഈ നമുക്ക് ഈ പ്രമേഹത്തിന് കൂടാതെ മറ്റനവധി ഉപയോഗങ്ങളും കൂടിയുണ്ട്. അതും ഞാൻ എന്താണെന്ന് പറയാം. അതായത് സ്നേക്ക് ബൈറ്റിനൊക്കെ, പാമ്പ് കടിച്ചാൽ വരെ ഇതൊക്കെ ഉപയോഗിക്കുക. ഇതിൻ്റെ വേര് എന്നുള്ള ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു, പാമ്പ് കടിയേറ്റാലൊക്കെ പ്രയോഗിക്കാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ഇല അരച്ചിട്ട് ആവണക്കെണ്ണയിൽ കൂടി അരച്ചിട്ട്, ആവണക്കെണ്ണയും ഇലയും കൂടെ അരയ്ക്കുക. ഇതിൻ്റെ ഇലകളും ചക്കരക്കൊല്ലിയുടെ ഇലയും ആവണക്കെണ്ണയും കൂടെ അരച്ചിട്ട് ഈ ഗ്ലാൻഡ് എൻലാർജ്മെൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഫീവറൊക്കെ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഒടിയിലും അതുപോലെ കക്ഷത്ത് കഴുത്തിലൊക്കെ ഗ്ലാൻസ് എൻലാർജ്മെൻറ്റ് വരുമ്പോൾ അതിൽ ചക്കരക്കൊല്ലിയുടെ ഇലയും ആവണക്കെണ്ണയും കൂടെ അരച്ചിട്ട് പുരട്ടാറുണ്ട്. അങ്ങനെയൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു. അതുകൂടാതെ അലർജിക് ആസ്മയ്ക്ക് ഉപയോഗിച്ചിരുന്നു, സ്നേക്ക് ബൈറ്റിന് ഉപയോഗിച്ചിരുന്നു, നീർക്കെട്ടുകൾക്ക് ഉപയോഗിച്ചിരുന്നു. ഹോമിയോപ്പതിയിലുണ്ട്, ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്രമേഹത്തിനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയുടെ പ്രോപ്പർട്ടിയാണ്. അത് നമ്മൾ ചവച്ചരച്ചാൽ, വായിലിട്ട് ചവച്ചരച്ച് കഴിഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂർ നേരത്തേക്ക് പിന്നെ ടേസ്റ്റ് അറിയില്ല, ഒരു ടേസ്റ്റ് അറിയില്ല, മധുരം പ്രത്യേകിച്ച് തിരിച്ചറിയില്ല, ചെറുതായിട്ടൊരു കയ്പ് അനുഭവപ്പെടുന്നു മാത്രം. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊരു അപൂർവം സസ്യങ്ങൾക്ക് അങ്ങനെയുള്ളൂ, ഒരു 2 മണിക്കൂർ നേരത്തേക്കൊന്നും പിന്നെ വേറെ രുചി അറിയില്ല ചവച്ചരച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഇതിൽ പ്രവർത്തിക്കുന്ന സംഗതി. അത് ഈ ജിംനെമിക് ആസിഡാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, പിന്നെ ഇതിന് മറ്റനവധി ഗുണങ്ങളുണ്ട്. എല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം. പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര കൂടുതലായിട്ടുള്ള ഹൈ ഷുഗർ ഉള്ളവർക്കില്ലേ, ടൈപ്പ് 2 ഡയബറ്റീസിനാണ്, അതായത് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പത്തെ അവസ്ഥയിൽ ഇത് വളരെ ഫലപ്രദമാണ്. ഇത് ഉപയോഗിക്കാം, ഇത് മാത്രം മതി. മനസ്സിലായോ? പിന്നെ ഇത് ഉപയോഗിക്കാവുന്ന മറ്റ് പല ഗുണങ്ങളും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അതായത് ടൈപ്പ് 2 ഡയബറ്റീസിന് പ്രൂവൻ ആണ്, തെളിയിക്കപ്പെട്ടിട്ടുള്ള. ഇത് ഒരു സംശയം വേണ്ട, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ടൈപ്പ് 2 ഡയബറ്റീസുകാർക്ക് ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അത് 2-3 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ സംഗതി, ഇതിൻ്റെ ഇലയുണ്ടല്ലോ, ഇലകൾ പൊട്ടിച്ചെടുത്തിട്ട് പറിച്ചെടുത്തിട്ട് ഇപ്പോൾ കൂടുതലുണ്ടാവണമെങ്കിൽ ഇത് പെട്ടെന്ന് വളരുകയും പെട്ടെന്ന് കാട് പിടിച്ച് പടർന്ന് പന്തലിക്കും, പൂത്ത് പടർന്ന് ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ഇലകൾ പൊട്ടിക്കുക. ഒത്തിരി ഉണ്ടാകുമ്പോൾ ഇലകൾ പറിച്ചെടുത്തിട്ട് നിങ്ങൾ തണലിലിട്ട് ഉണക്കണം. നിഴലിൽ ഉണക്കണം, വെയിലത്ത് ഉണക്കരുത്, തണലിലിട്ട് ഉണക്കുക. വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ മരുന്നിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തണലിൽ ഉണക്കണം എന്നാണ് പൊതുവെ ആയുർവേദ ഭക്ഷണങ്ങൾ പറയാം. ഉണക്കേണ്ടി വരുമ്പോഴൊക്കെ നിഴലിൽ ഉണക്കുക, തണലിൽ ഉണക്കാൻ പറയും. അപ്പോൾ തണലിൽ ഉണക്കിയതിന് ശേഷം ഇത് പൊടിക്കുക, നൈസായിട്ട് പൊടിക്കുക. നമ്മുടെ മിക്സിയിൽ പൊടിക്കാവുന്നുള്ളൂ. എന്നിട്ട് അത് വേണമെങ്കിൽ ഒന്ന് അരിച്ച് നല്ലൊരു എയർ ടൈറ്റ് ജാറിൽ അടച്ച് സൂക്ഷിക്കാം. അത് ഒരു 1/2 ടീസ്പൂൺ വീതം ഒരു 1/2 ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് രാവിലെ വെറും വയറ്റിലും, അതേപോലെ രാത്രി ഒരു 6 മണിക്കും, കാലത്തും രാത്രിയും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് അത് കഴിക്കുക. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ്, രാവിലെ ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് 1 മണിക്കൂർ മുമ്പ്, ഡിന്നറിന് 1 മണിക്കൂർ മുമ്പ് 1/2 ടീസ്പൂൺ പൊടി മതി. 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുക. ഓക്കെ, ഇച്ചിരി നേരത്തേക്ക് ടേസ്റ്റ് ഒന്നും അറിയില്ല, മീതത്തിരി ചൂടുവെള്ളം വേണമെങ്കിൽ കുടിക്കാം, അത് മതി. പിന്നെ ഇതിൻ്റെ ഡോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗറിൻ്റെ ലെവൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ ലെവൽ ട്രാക്ക് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷുഗർ കുറയ്ക്കും.
ഡയബറ്റീസിനെ പെട്ടെന്ന് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റേതെങ്കിലും മരുന്നുകളുടെ കൂടെ ഇത് ഉപയോഗിക്കരുത്, മനസ്സിലായോ? അത്ര ഹൈ ഷുഗറൊന്നും അല്ലെങ്കിൽ. അപ്പോൾ അതുപോലെ ആ ഡോസ് അതിനനുസരിച്ച് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഡോസ് പൊടിയുടെ അളവ് 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ 3/4 ടീസ്പൂണോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ ചൂർണ്ണമാക്കിയിട്ട് നമുക്ക് ഒരു രീതിയിൽ ഉപയോഗിക്കാം. രണ്ടാമതെന്ന് പറഞ്ഞാൽ 1-2 ഇല, അതും ഈ പറഞ്ഞ ഒരു അളവ് 3-4 ഇല ആക്കാം നിങ്ങളുടെ ഷുഗറിൻ്റെ അളവനുസരിച്ച്. അതൊരു 3-4 ഇല നമ്മളൊരു 1/2 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. 3 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ്സായിട്ട് വറ്റിക്കുക. 3 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 4 ഇല ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ചതച്ചിട്ടിട്ട് 3 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചതിന് ശേഷം അതിൻ്റെ പകുതി രാവിലെ ഭക്ഷണത്തിന് മുമ്പും പകുതി രാത്രി ഭക്ഷണത്തിന് മുമ്പും കഴിക്കാം. അങ്ങനെ ചെയ്യാം. ഇത് രണ്ടാമത്തെ രീതി. ഇനി മൂന്നാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇലകളുണ്ടല്ലോ, ഒരു 3-4 ഇല ചതച്ച് 1 ഗ്ലാസ് വെള്ളത്തിൽ സന്ധ്യയാകുമ്പോൾ ഇട്ട് വയ്ക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം അങ്ങോട്ട് കുടിക്കുക. ഇങ്ങനെയും ചെയ്യാം. ഈ 3 രീതിയിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഷുഗറിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. പിന്നെ കൂടുതൽ ഇത് സംഗതി ഉണ്ടായി തുടങ്ങുകയാണെങ്കിൽ വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് പറിച്ചെടുത്ത് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുകയും ചെയ്യാം. എന്നിട്ട് അങ്ങനെ 3 രീതിയിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കുറയ്ക്കും. അതുകൊണ്ട് മറ്റു ഗുളികകളുടെ കൂടെ ഇത് കഴിക്കരുത്. മറ്റു ഗുളികൾ കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഇത് ഉപയോഗിച്ച് ശീലിക്കണം. ഇൻസുലിൻ എടുക്കുന്നവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിൻ്റെ ഡോസൊക്കെ നിങ്ങൾ നിശ്ചയിക്കുക. എന്ന് വെച്ചാൽ ഹെർബൽ നാച്ചുറൽ, നമ്മൾ പ്രകൃതിദത്തമായ സംഗതി യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, മനസ്സിലായി. ഇത് കഴിക്കുമ്പോൾ കുറച്ചധികം ടേസ്റ്റ് അറിയില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി യാതൊരു ആശങ്കകളും വേണ്ട. ഓക്കെ, ഇന്നേ വരെ ഒരു സൈഡ് എഫക്റ്റും തെളിയിക്കപ്പെട്ടിട്ടില്ല, ഉറച്ച് വിശ്വസിച്ചോ. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം. ഇനി ഇതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണമെന്ന് പറയാം. അതായത് ഇതുണ്ടല്ലോ, നമുക്ക് ഈ PCOD ഉള്ള കുട്ടികളില്ലേ, സ്ത്രീകളില്ലേ, PCOD പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, ഇവർക്ക് ഒരു പ്രീ ഡയബറ്റിക് സിംറ്റംസ് കാണിക്കും. ഭാവിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മറ്റ് കെമിക്കൽ ടാബ്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം. ഇവർക്കെല്ലാം പിന്നീട് ഭാവിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രീ ഡയബറ്റിക് സിംറ്റംസ് കാണിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ഗ്യാപ്പിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 125 ലെവലിൽ ബ്ലഡ് ഷുഗർ ഇങ്ങനെ കാണിക്കും. ഫാസ്റ്റിംഗ് ഷുഗർ ഒരു 120-125 ലെവലിൽ ഫാസ്റ്റിംഗ് ഷുഗർ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കും. അപ്പോൾ അതൊരു പ്രീ ഡയബറ്റിക് സിംറ്റമാണ്. അതുമാത്രമല്ല, ഒപ്പം തന്നെ ഇനിയിപ്പോൾ നമ്മളൊരു 3 months ആവറേജ് HbA1c എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു 6.4 താഴെ നോർമലാണ്. അപ്പോൾ ഇതൊരു 6.4 മുകളിൽ കാണിക്കും 3 months ആവറേജ് എടുത്താലും. അപ്പോൾ അതിനാണ് ഈ പ്രീ ഡയബറ്റിക് സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂടുതലായിട്ടും ഈ PCOD പ്രോബ്ലം ഉള്ള ലേഡീസിനാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാം, മനസ്സിലായില്ലേ? ഇനി യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അതൊരു കാര്യം. ഇനി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് ഇല്ലേ, അതായത് നമ്മൾ ഭക്ഷണം ദഹിച്ച് അതുപോലെ അതുവഴി ആ മെറ്റബോളിക് ആക്ടിവിറ്റി വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആണവ. അതുവഴി നമുക്ക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഉണ്ടാവാം, ആസ്മാറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് അത്. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും മറ്റ് പല രീതികളിലും ശരീരത്തിലേക്ക് കടന്നു വരുന്നതിന് പ്രധാന കാരണങ്ങൾ മറ്റ് കെമിക്കൽ കോൺടാക്ട് എന്നുള്ളൊരു വാക്ക് മാത്രം പറയാം. കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് വിശദമായിട്ട് പറഞ്ഞാൽ ഒരുപാട് പേര് പിണങ്ങും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന വഴി, അതല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന വഴി, അല്ലെങ്കിൽ മറ്റ് പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം, ശ്വാസത്തിലൂടെയും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പെസ്റ്റിസൈഡ്സിലൂടെയും ഫെർട്ടിലൈസേഴ്സിലൂടെയും മറ്റ് കെമിക്കൽസിലൂടെയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഫ്രീ റാഡിക്കൽസ് ഇത് നമ്മുടെ ശരീരത്തിന് ഹാംഫുള്ളായിട്ട് ബാധിക്കും. ഒരുപാട് സ്ട്രെസ് ടെൻഷൻ ഉണ്ടെങ്കിലും അങ്ങനെ വരാം, മനസ്സിലായില്ലേ? ആ ഫ്രീ റാഡിക്കൽസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിനും കൂടെ ഇത് സഹായിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഗുണപ്രദമാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു മേജർ ഉപയോഗമാണ്. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റിനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും, മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമുക്ക് നല്ല സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, ഒരു സ്ട്രോങ് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിനും ഇമ്മ്യൂണിറ്റി പവർ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാനും സഹായിക്കുന്നുണ്ട്. PCOD ഉള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രമേഹ രോഗത്തിനെ തടയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പാൻക്രിയാസാണ് ഈ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ശരീരത്തിലെ ദഹനേന്ദ്രിയ വ്യൂഹത്തോട് ചേർന്നുള്ള പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം, സ്കൂൾ തൊട്ട് പഠിക്കുന്നതല്ലേ. അപ്പോൾ അതിലത്തെ ബീറ്റാ സെൽസിനെ ഇൻഡ്യൂസ് ചെയ്യും, ബീറ്റാ സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, അതുപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ, ഇൻസുലിൻ പ്രൊഡക്ഷന് സഹായകമാക്കും ബീറ്റാ സെൽസിനെ. അതിനും ഈ ഇലയ്ക്ക് കഴിവുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, പ്രീ ഡയബറ്റിക് സിൻഡ്രോം കൺട്രോൾ ചെയ്യും, അതുപോലെ ഇൻസുലിൻ പ്രൊഡക്ഷന് സഹായിക്കും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും ഹെൽപ്പ് ചെയ്യും ശരീരത്തിൻ്റെ. അപ്പോൾ അത്തരം ഗുണങ്ങൾ ഇതിന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ വെയിറ്റ് ലോസിന് സഹായിക്കുന്നു പറയുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. വെയിറ്റ് ലോസിന് സഹായിക്കുന്നു പറയപ്പെടുന്നുണ്ട്. അതുപോലെ ആസ്മാറ്റിക് കണ്ടീഷൻ ഉപയോഗിക്കുന്നു പറയുന്നു. സ്നേക്ക് പോയ്സൺ ഉപയോഗിക്കാറുണ്ട്. എത്ര കണ്ടീഷന്, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ പറഞ്ഞു. പിന്നെ നേരത്തെ നമ്മൾ ഇലയും
ആ ഉണക്കെണ്ണയും കൂടെ അരച്ച് ഗ്ലാൻസിൽ പുരട്ടാന്ന് പറഞ്ഞു. ഇത്തരം ഉപയോഗങ്ങളൊക്കെ ഇതിനുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ 3 രീതിയിൽ ഇത് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഷുഗർ കുറയാൻ സാധ്യതയുണ്ട്. അത്രയും പവർഫുള്ളാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല കേട്ടോ, നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ അളവ് ഡോസ് നിങ്ങൾ ക്രമീകരിക്കണം, ചെക്ക് ചെയ്യണം. ഷുഗർ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചെറിയതായിട്ട് നിങ്ങൾക്ക് അറിയാലോ, പ്രമേഹ രോഗികൾക്ക് അറിയാം, ആ ക്ഷീണവും തളർച്ചയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് സാധാരണ അങ്ങനെ പതിവ്, നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ അത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു ഔഷധ സസ്യം നമ്മുടെ പരിസരത്തുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? മറ്റ് മെഡിസിൻസിനൊക്കെ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതുകൊണ്ട് മറ്റൊരു ദോഷവും വരില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 തണ്ട് വീട്ടിൽ വളർത്തി പിടിപ്പിക്കാവുന്നുള്ള എല്ലാവർക്കും. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ പടർന്ന് വളരുന്ന ഒരു വള്ളിച്ചെടിയാണ്. അങ്ങനെ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ നിറയെ പൂവിടും, മനസ്സിലായോ? ആ പൂവിനൊരു പ്രത്യേക ഗന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് നട്ടുപിടിക്കാം. അതിൻ്റെ ഒരു 2 തണ്ടുണ്ടല്ലോ, ഒരു 6-8 ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടേ അത് നല്ല മൂത്ത തണ്ട് നോക്കി കട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ മണ്ണിൽ കുഴിച്ചിടാം. ഇനി അതല്ല, ഫ്ലാറ്റിലൊക്കെ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റ് ഔട്ട് ഉണ്ടാവില്ലേ, അവിടെ 2 പോട്ട് 2 ചട്ടി, അതിൽ നമുക്ക് മേൽമണ്ണും കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി മണൽ ഇത് 3 1:1 പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട് 2 ചട്ടിയിൽ നിറയ്ക്കുക. ഓരോ വള്ളി അവിടെ നട്ട് വയ്ക്കുക, സിറ്റ് ഔട്ടിൽ ഇരുന്നോട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ പടർന്നു വരും. ഒരു 1-2 ആഴ്ച കൊണ്ടൊക്കെ ഇലകളൊക്കെ വന്ന് പെട്ടെന്ന് പിടിക്കും. ഇച്ചിരി വെയിലുണ്ടാവണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വനം പ്രദേശത്താണ് വളർന്നിരുന്നത്, വരണ്ട കാലാവസ്ഥയിലുള്ള വനമേഖലയിലാണ് ഇത് വളർന്നു വന്നിരുന്നത് ഈ സസ്യം. അപ്പോൾ അതുകൊണ്ട് പിടിച്ച് വളരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് പടർന്ന് പന്തലിക്കും. അതുകൊണ്ട് നമുക്ക് കൂടുതലുണ്ടായാലും നമുക്ക് ഇല പൊട്ടിച്ച് ഉണക്കി സൂക്ഷിക്കാം. ഇനി പ്രമേഹ രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ശീലിക്കുക, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇനി ഇതുപോലെ ഉപയോഗിക്കുന്ന മറ്റ് സംഗതികളുണ്ട്, വേറെ 1-2 ഔഷധങ്ങൾ കൂടി. അമൃതവല്ലി, അതുപോലെ ഇൻസുലിൻ പ്ലാന്റ്, അതൊക്കെ വേറെ കേട്ടോ. ഇൻസുലിൻ പ്ലാന്റ് വേറെ. ഇൻസുലിൻ പ്ലാന്റ് നമ്മുടെ ഒരു ചണ്ണക്കിഴക്ക് പോലെ ഇച്ചിരി വലിയ ഇല ഉണ്ടാവും, അതിലൊരു മഞ്ഞ പൂ ഉണ്ടാവും, മനസ്സിലായില്ലേ? അതാണ് ഇൻസുലിൻ പ്ലാന്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ അമൃതവല്ലി എന്ന് പറയുന്ന വേറെ സസ്യമുണ്ട്. അത് ചിറ്റമൃതിൻ്റെ ഒരു കാട്ടമൃത് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അമൃതവല്ലി അതേപോലെ ഇരിക്കും, ആ തൊലിയൊക്കെ അങ്ങനെ പരിവരുത്ത് അതിങ്ങനെ പടർന്നു വരും. അതിങ്ങനെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് ഒരു രാത്രി സൂക്ഷിച്ച് പിറ്റേ ദിവസം രാവിലെ കഴിച്ചാലും ഷുഗർ കുറയുന്നുണ്ട്. ഇതിനൊന്നും സൈഡ് എഫക്റ്റ് ഇല്ല. ഇത് കഴിക്കുക വഴി ബിപിയോ ഷുഗറോ കൊളസ്ട്രോളോ തൈറോയിഡോ നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ ഇത്തരം സംഗതികൾ ഒരുപാട് പേർക്ക് അറിയില്ല. അതുകൊണ്ടാണ് മറ്റ് പല ഗുളികളെയും ഡിപ്പെൻഡ് ചെയ്ത് പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ അതിനുള്ള ഗുളികളും മാസാമാസം ടെസ്റ്റുകളും ചെക്കപ്പുകളായിട്ട് എത്ര പണവും സമയവും നിങ്ങൾ ചിലവഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം അറിവുകൾ ദയവ് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യണം. പ്ലീസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഇത്ര നല്ലൊരു ഔഷധ സസ്യം ഉള്ളപ്പോഴേ ഞാൻ പ്രമേഹം എത്ര പേർക്ക് അതൊക്കെ മറ്റ് ഈ കെമിക്കൽസും സംഗതികളും നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് വ്യക്തമായ രേഖകൾ പുറത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്ത നിങ്ങൾ ഊഹിച്ചാൽ മതി. അതായത് ഞാൻ ചുരുക്കി പറയും, ഇപ്പോൾ ഞാൻ ഒരു 95 ഒക്ടോബർ 23 അണ്ണാ ഹോസ്പിറ്റൽ ഹൗസ് സർജൻസി കഴിഞ്ഞ് മടങ്ങിയത്. അന്നൊരു സൂര്യഗ്രഹണമായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയാണെങ്കിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഒക്ടോബർ 24 തൊട്ട് വൈദ്യമഠത്തിൽ പോയി തുടങ്ങിയതാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഉച്ചവരെ അവിടെ നിൽക്കും, എഴുതാനൊക്കെ ആയിട്ടിരിക്കും. തിരുമേനിയുള്ള കാലം, ശ്രീനാരായണ നമ്പൂതിരിപ്പാട് അദ്ദേഹമുള്ള കാലത്ത് 95 ഒക്ടോബർ 24 അവിടെ തുടങ്ങി. അത് കഴിഞ്ഞ് നവംബർ 1 തീയതി, ആ നവംബർ 1 തൊട്ട് ഞാൻ സ്വന്തമായിട്ടും പ്രാക്ടീസ് തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഉച്ചവരെ അവിടെ പോകും, ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പ്രാക്ടീസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഇന്നവരെ കാട് കയറി പോകുന്നില്ല, അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ പ്രാക്ടീസ് ചെയ്തില്ല. ഞാൻ ചെറിയ കുട്ടികളും ചെറുപ്പക്കാരുടെ കാര്യമില്ല പറഞ്ഞു, ഇച്ചിരി പ്രായമായവർ വരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും വാതര സംബന്ധമായിട്ടുള്ള രോഗികളാണ് കൂടുതൽ വരിക. അതിലിപ്പോൾ ഇത്രയും 10-27 കൊല്ലത്തിനിടയ്ക്ക് വേണമെങ്കിൽ ഒരു മാക്സിമം ഒരു 100 പേരുണ്ടാവുള്ളൂ ഈ ഷുഗറും പ്രഷറും ഗുളിക കൊളസ്ട്രോളും ഗുളിക കഴിക്കാത്തവർ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ അടുത്തടുത്ത് തുടങ്ങേണ്ടി വരും ചിലപ്പോൾ, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നാച്ചുറലായിട്ടുള്ള സേഫായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നിങ്ങൾക്ക് വീട്ടിൽ നട്ട് വളർത്താവുന്ന യാതൊരു ചിലവില്ലാത്ത സംഗതി ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റ് സംഗതികളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. ഇതുപോലത്തെ അറിവുകൾ ഇനി തുടർച്ചയായിട്ട് ലഭിക്കാൻ ഞാനിത് സ്ഥിരമാക്കാൻ തീരുമാനിച്ചു. തുടർച്ചയായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ഐക്കൺ ഞെക്കി ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉദയൻ വിളിച്ചിട്ട്, മൂപ്പര് തള്ളിപ്പുറപ്പെട്ടിട്ടാണ് നിർബന്ധിച്ചിട്ടാണ് ഞാനിതൊക്കെ തുടങ്ങി. മൂപ്പര് വിളിച്ച് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു, വല്ലാതെ നന്നായിരിക്കും എന്ന് പറഞ്ഞ് എന്നോട് കോരിത്തെരിപ്പിച്ചു, ഒരുപാട് സന്തോഷമായി. അതുപോലെ എൻ്റെ ഒരു സഹപാഠി ശിവൻ, ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്യൂമൊക്കെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറി ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് വേറെ ഷർട്ട്, ഇതെൻ്റെ ഫ്രണ്ട് സെലക്ട് ചെയ്ത ഷർട്ട് കേട്ടോ, നന്നായിട്ടില്ലേ? അപ്പോൾ അതുപോലെ അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്കും എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. തൽക്കാലം നിർത്തട്ടെ, വീഡിയോ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഷെയർ ചെയ്തോളൂ. ആദ്യം ആയുർവേദം.